എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ട്രോപ്പിക്കൽ റീജിയൻ ക്ലൈമറ്റുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വി ഹാവ് ഡിസ്കസ്ഡ് 3 ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. ട്രോപ്പിക്കൽ റീജിയനിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ക്ലൈമാറ്റിക് റീജിയൻസും അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെയും നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയന് പുറമെ നമ്മൾ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്സ്, ഈ 3 ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നൗ ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ ക്ലൈമാറ്റിക് റീജിയൻസ് ഇൻ ദ ടെമ്പറേറ്റ് സോൺ. നമുക്ക് ടെമ്പറേറ്റ് സോണിലുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ടെമ്പറേറ്റ് സോൺ എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ടെമ്പറേറ്റ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 30 ഡിഗ്രി നോർത്തിനും ഒരു 66.5 ഡിഗ്രി നോർത്തിനും ഇടയിലുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ 30 ഡിഗ്രി സൗത്തിനും 66.5 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കുക. ഈ ടെമ്പറേറ്റ് സോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറച്ചും കൂടെ മോഡറേറ്റ് ആയിരിക്കും. ഈ ട്രോപ്പിക്കൽ റീജിയൻസിലോ ഇക്വറ്റോറിയൽ റീജിയനോ ഉള്ള അത്രയും ടെമ്പറേച്ചർ ഉണ്ടായിരിക്കില്ല. ടെമ്പറേച്ചർ കുറച്ചും കൂടെ കുറവായിരിക്കും, എന്നാൽ ടെമ്പറേച്ചർ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഫ്രിജിഡ് സോൺ പോലെ 90 ഡിഗ്രിയിൽ കിടക്കുന്ന ഭാഗങ്ങൾ പോലെയല്ല, തണുപ്പുണ്ട് പക്ഷേ ചൂടുമുണ്ട്. രണ്ടും കൂടെ ഒരു ബാലൻസ്ഡ് ആയിരിക്കും. കുറച്ചും കൂടെ തണുപ്പായിരിക്കും കൂടുതൽ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെമ്പറേറ്റ് റീജിയനുമായിട്ട് തുടക്കത്തിൽ പറയാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ടെമ്പറേറ്റ് ക്ലൈമാറ്റിക് റീജിയൻ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു ടെമ്പറേറ്റ് ക്ലൈമാറ്റിക് റീജിയനാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 5ാമത്തെ ക്ലൈമാറ്റിക് റീജിയനാണ്. ആദ്യത്തെ ടെമ്പറേറ്റ് ക്ലൈമാറ്റിക് റീജിയനുമാണ്. ഹാവ് യു സീൻ ദ ലൊക്കേഷൻ ഓഫ് ദ മെഡിറ്ററേനിയൻ സീ ഓൺ ദ മാപ്പ് ഫിഗർ 2.9? ഫിഗർ 2.9ൽ നമുക്കിതാ മെഡിറ്ററേനിയൻ സീയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മെഡിറ്ററേനിയൻ സീ. ഈ മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്തായിട്ട് യൂറോപ്പിൻ്റെയും അതുപോലെ തന്നെ ഏഷ്യയുടെയും അതുപോലെ തന്നെ ആഫ്രിക്കയുടെയും ഭാഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കടലാണ്. എന്താണ് ഈ മെഡിറ്ററേനിയൻ സീയുടെ പ്രത്യേകത? ഈ കടലാണ് അല്ലെങ്കിൽ ഈ സീ ആണ് ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിനെയും യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിനെയും ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു തരത്തിൽ ഈ 3 കോണ്ടിനെൻറ്റുകളെയും വേർതിരിക്കുന്ന ഒരു കടലാണ് ഏതെന്ന് പറയുന്നത്? മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്. 3 കോണ്ടിനെൻറ്റുകളുടെ നടുക്കായിട്ടാണ് ഈ പറയുന്ന മെഡിറ്ററേനിയൻ സീ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രാധാന്യം ഈ മെഡിറ്ററേനിയൻ സീക്കുണ്ട്. ഈ മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റിലും കാണപ്പെടുന്ന ഒരു ക്ലൈമാറ്റിക് റീജിയനാണ് ശരിക്ക് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയാം. എന്നാൽ ഈ മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്ത് കാണപ്പെടുന്ന അതേ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് നമ്മുടെ ആഫ്രിക്കയുടെ സദേൺ പാർട്ടിലും സൗത്ത് അമേരിക്കയുടെ ഒരു വെസ്റ്റേൺ സൈഡിലും നോർത്ത് അമേരിക്കയുടെ ഒരു വെസ്റ്റേൺ സൈഡിലും ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളിലായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടങ്ങളിലൊക്കെ ഒരു പാച്ചസ് ആയിട്ട് നമുക്ക് ഇവിടങ്ങളിലും കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഏറ്റവും കൂടുതലുള്ളത് മെഡിറ്ററേനിയൻ സീയും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ്. എന്നാൽ ഇത് മറ്റ് ചില ഭാഗങ്ങളിൽ കൂടി ഉണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തെയും മൊത്തത്തിൽ നമ്മൾ ചേർത്തിട്ട് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയും. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് മിക്ക മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനും ഉള്ളത്. പക്ഷേ അതിൻ്റെ അതേ ഫീച്ചേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ അതിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദ ഏരിയാസ് അറൗണ്ട് ദിസ് സീ ആർ ദ മെഡിറ്ററേനിയൻ റീജിയൻ. അതായത് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള ഭാഗമാണ് മെഡിറ്ററേനിയൻ റീജിയൻ. ഇറ്റ് ഈസ് എ റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസ് ഡ്രൈ സമ്മേഴ്സ് ആൻഡ് ഹ്യൂമിഡ് വിൻ്റേഴ്സ്. എന്താണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത? ഡ്രൈ സമ്മേഴ്സും ഹ്യൂമിഡ് വിൻ്റേഴ്സുമാണ്. അതായത് വരണ്ട വേനൽക്കാലവും ഈ വെള്ളത്തിൻ്റെ അംശം ഉള്ള തണുപ്പ് കാലവുമാണ്, വിൻ്ററുമാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസ് പറയുമ്പോൾ ഡ്രൈ ആൻഡ് ഹ്യൂമിഡ് സമ്മേഴ്സും അതുപോലെ തന്നെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മേഴ്സും ഡ്രൈ ആയിട്ടുള്ള വിൻ്റേഴ്സുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം വന്നു. ടെമ്പറേച്ചർ ഓഫ് അറൗണ്ട്
20 to 25 degrees Celsius ഈസ് എക്സ്പീരിയൻസ് ഇൻ സമ്മർ. സമ്മറിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതൊരു വലിയ ചൂടല്ല, എന്നാൽ മിതമായൊരു ചൂടാണ്. സമ്മറിൽ ഇതാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ വേനൽക്കാലത്താണ് മാക്സിമം ചൂട് വരാറുള്ളത്. പക്ഷേ മാക്സിമം വരുന്ന ചൂട് എന്ന് പറയുന്നത് 20 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ് വരാറുള്ളത്. ഹയസ്റ്റ് ടെമ്പറേച്ചർ ഡ്യൂറിങ് വിൻ്റർ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ് ടു 16 ഡിഗ്രി സെൽഷ്യസ്. അതായത് വിൻ്ററിൽ മഞ്ഞുകാലത്ത് തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ഈ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ ചൂടെന്ന് പറയുന്നത് 10 ഡിഗ്രി ടു 16 ഡിഗ്രിയാണ്. 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് ടു 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ. എപ്പോൾ പോവുക? വിൻ്ററിൽ പോവുക. സമ്മറിൽ പോവുക 20 to 25 ഡിഗ്രി വരെയാണ് ആവറേജ് വരാറുള്ളത്. ഓക്കെ, ഇനി വിൻ്റർ റെയിൻഫോൾ ഓഫ് 30 to 75 സെൻറ്റിമീറ്റർ ഡിസ്റ്റിങ്വിഷ് ദിസ് റീജിയൻ ഫ്രം അതർ ക്ലൈമാറ്റിക് റീജിയൻ. ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ. എന്താണ് ആ പ്രത്യേകത? വിൻ്ററിൽ മഴ പെയ്യുന്നു, വിൻ്റർ റെയിൻഫോൾ കിട്ടുന്നു. വിൻ്ററിൽ മഴ പെയ്യുന്നുണ്ട്. എത്രയാണ് മഴ പെയ്യുമ്പോൾ കിട്ടാറുള്ളത്? ആ മഴ 30 to 75 സെൻറ്റിമീറ്റർ, 30 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ ഈ പറയുന്ന സ്ഥലത്ത് വിൻ്ററിൽ മഴ ലഭിക്കാറുണ്ട്, വിൻ്റർ റെയിൻഫോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മറ്റ് ക്ലൈമാറ്റിക് റീജിയനിലൊന്നും നമ്മൾ വിൻ്ററിൽ മഴ പെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്ററിൽ മഴ പെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. റെയിൻസ് ഡ്യൂറിങ് ദ വിൻ്റർ ആർ ബെനിഫിഷ്യൽ ടു ദ വിൻ്റർ ക്രോപ്സ്. അതുകൊണ്ട് തന്നെ ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ വിൻ്ററിൽ റെയിൻ കിട്ടുന്നതുകൊണ്ട്, തണുപ്പ് കാലത്ത് മഴ ലഭിക്കുന്നതുകൊണ്ട് അവർ എന്ത് ചെയ്യാറുണ്ട്? അവർ വിൻ്റർ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. വിൻ്റർ ക്രോപ്സ് എന്താണ്? ശൈത്യകാലത്ത്, അതായത് തണുപ്പ് കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ചില വിളകൾ, അതവർ ക്രോപ്സുകൾ അവരെന്ത് ചെയ്യാറുണ്ട്? കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മഴ കിട്ടുന്നത് അതിന് വളരെ ബെനിഫിഷ്യലാണ്, വളരെയധികം ഉപകാരപ്രദമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീറ്റ് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കാറില്ല. കാര്യം വീറ്റ് എന്ന് പറയുന്നതിന് വെള്ളവും ആവശ്യമാണ്, മാത്രമല്ല അതിന് ചൂടും ആവശ്യമാണ്. പക്ഷേ ചൂടാണെങ്കിലും വെള്ളമാണെങ്കിലും അത് അധികമായി ആവശ്യമില്ല. കേരളത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ കൂടുതലാണ്, കേരളത്തിൽ കിട്ടുന്ന മഴയും കൂടുതലാണ്. വീറ്റിന് ഇത് രണ്ടും അധികമാവേണ്ട, ഒരു മിതമായി മതി. അതുകൊണ്ടാണ് കേരളത്തിൽ അത് ചെയ്യാത്തത്. അപ്പം നമ്മുടെ ഈ പറയുന്ന സ്ഥലം പോലെയുള്ള, അതായത് നമ്മുടെ മെഡിറ്ററേനിയൻ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള ക്ലൈമറ്റാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ കോസ്റ്റ് ഓഫ് മെഡിറ്ററേനിയൻ സീ, ഈ മെഡിറ്ററേനിയൻ സീയുടെ തീരം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, സം അതർ റീജിയൻസ് ലൈൻ ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഓൾസോ എക്സ്പീരിയൻസ് ദ സെയിം ക്ലൈമറ്റ്. അതായത് മെഡിറ്ററേനിയൻ സീയുടെ ആ ഭാഗത്തു നിന്ന് മാത്രമല്ലാതെ നമ്മളൊരു 30 ഡിഗ്രി 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൽ ഇതേ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളും മറ്റ് സ്ഥലങ്ങളും ഉണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്ത് മാത്രമല്ല, ഈ 30 to 45 ഡിഗ്രിയിൽ വേറെയും ഇതേ സെയിം ക്ലൈമറ്റുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി ഓൾ ദീസ് റീജിയൻസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ദ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ മെഡിറ്ററേനിയൻ സീയുടെ ഭാഗം മാത്രമല്ല, ഇതേ സെയിം ക്ലൈമറ്റുള്ള 30ക്കും 45നും ഇടയിൽ നിൽക്കുന്ന മറ്റ് സ്ഥലങ്ങളെ കൂടി ചേർത്തിട്ട് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മൊത്തത്തിൽ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെസ്റ്റർലൈസ് ആർ റെസ്പോൺസിബിൾ ഫോർ വിൻ്റർ റെയിൻഫോൾ ഇൻ ദ മെഡിറ്ററേനിയൻ റീജിയൻ. നമ്മൾ പറഞ്ഞു വിൻ്റർ റെയിൻഫോൾ ലഭിക്കുന്നുണ്ട്, അതായത് തണുപ്പ് കാലത്ത് ഇവിടെ മഴ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മഴയ്ക്ക് കാരണമാകുന്നത് വെസ്റ്റർലൈസ് എന്ന് പറയുന്ന കാറ്റുകളാണ്. വെസ്റ്റർലൈസ് എന്താണെന്ന് നമ്മൾ പ്ലാനറ്ററി വിൻഡ്സ്, അതായത് പെർമനൻറ്റ് വിൻഡ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ. എന്താണ് വെസ്റ്റർലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സുകളിൽ നിന്ന്, അതായത് 30 ഡിഗ്രി നോർത്തിൽ നിന്നും 30 ഡിഗ്രി സൗത്തിൽ നിന്നും 66.5 ഡിഗ്രി നോർത്തിലോട്ടേക്കും 66.5 ഡിഗ്രി സൗത്തിലോട്ടേക്കും, അതായത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സിലോട്ടേക്ക് വീശുന്ന വിൻഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? നമ്മൾ
വെസ്റ്റർലൈസ് എന്ന് വിളിക്കാറുള്ളത്. ഏതാണ്ട് ഒരു വെസ്റ്റ് സൈഡിൽ നിന്ന് വീശുന്നത് കൊണ്ടാണ് അതിനെ വെസ്റ്റർലൈസ് എന്ന് വിളിക്കാറുള്ളത്. ഇത് ഞാൻ ഓൾറെഡി ഒന്നാമത്തെ പാഠത്തിൽ പെർമനൻറ്റ് വിൻഡ് സിസ്റ്റം പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു തന്നതാണ്. ആ വെസ്റ്റർലൈസ് ആണ്, അതായത് 30ക്കും 66നും ഇടയിൽ വീശുന്ന ഈ വെസ്റ്റർലൈസ് തന്നെയാണ് ഈ പറയുന്ന മെഡിറ്ററേനിയൻ റീജിയൻ്റെ എന്തിന് കാരണം, ആ പറയുന്ന വിൻ്റർ റെയിൻഫോളിന് കാരണം എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തേക്ക് ഇതൊരു ടെമ്പറേറ്റ് സോൺ ആണെങ്കിൽ പോലും, ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണെങ്കിൽ പോലും ഇത് 30ക്കും 45നും ഇടയിലാണ് കേട്ടോ. 30ക്കും 45നും ഇടയിലാണ്. ഇവിടെയും അതുപോലെ 30ക്കും 45നും ഇടയിലാണ് നമ്മുടെ ഈ പറയുന്ന മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ നിൽക്കുന്നത്. അപ്പോൾ അത് ടെമ്പറേറ്റ് റീജിയൻ്റെ ഉള്ളിൽ തന്നെ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ടെമ്പറേറ്റ് റീജിയൻ ആണെന്ന്, കംപ്ലീറ്റ് ടെമ്പറേറ്റ് റീജിയനിലും ഈ പറയുന്ന ക്ലൈമറ്റ് ആണെന്ന് ഒരിക്കലും വിചാരിച്ച് വെക്കരുത്. ഈ പറയുന്ന 30ക്കും 45നും ഇടയിലാണ് ഇത് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. 45ൻ്റെ മേലേക്ക് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ അല്ല. ഇനി ഇവിടെ വേറെ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ഡെൻസ് ഫോറസ്റ്റ് ആർ നോട്ട് ഫൗണ്ട് ഡ്യൂ ടു ലോ റെയിൻഫോൾ. ഇവിടെ മഴ കിട്ടുന്നുണ്ട്, അത് അത്രത്തോളം മഴ കിട്ടുന്നില്ല. ലോ റെയിൻഫോൾ ആണ്, കുറച്ച് മഴ തന്നെയാണ്, മഴ കിട്ടുന്നുണ്ട് പക്ഷേ അത്രത്തോളം മഴയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കാണുന്നില്ല? ഡെൻസ് ഫോറസ്റ്റുകൾ, വലിയ ഇടതൂർന്ന് നിൽക്കുന്ന ഡെൻസ് ഫോറസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. പകരം എന്താ ഉള്ളത്? ടാൾ എവർഗ്രീൻ ട്രീസ് സച്ച് ആസ് ഓക്ക് ആൻഡ് സക്കോയ, എവർഗ്രീൻ കോണിഫറസ് സച്ച് ആസ് പൈൻ ആൻഡ് ഫിർ ആൻഡ് ഷ്രബ്സ് ആർ ഫൗണ്ട് ഹിയർ. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന വെജിറ്റേഷൻസിൻ്റെ പേരുകളാണ് അത് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? വളരെ ഉയരം കൂടിയ ടോൾ എവർഗ്രീൻ ആയിട്ടുള്ള, വളരെ ഉയരം കൂടിയ എപ്പോഴും പച്ചപ്പോട് കൂടി നിൽക്കുന്ന മരങ്ങളായിട്ടുള്ള ഓക്ക് മരങ്ങൾ, സക്കോയ മരങ്ങൾ. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഈ കാനഡ അല്ലെങ്കിൽ ഈ പറയുന്ന കാനഡയല്ല USA ഭാഗത്തും അല്ലെങ്കിൽ ഒരു UK ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ധാരാളം കാണുന്ന ഒരു ചെടികളാണ്. ഇനി ഓക്ക്, സക്കോയ, അതുപോലെ തന്നെ എവർഗ്രീൻ കോണിഫറസ് ട്രീസ് ആയിട്ടുള്ള കോണിഫറസ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എന്തുണ്ടായിരിക്കും, മരങ്ങൾ ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് പോകും അല്ലേ? എന്നാൽ ഈ കോണിഫറസ് ട്രീസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബ്രാഞ്ചസുകൾ ഉണ്ടായിരിക്കില്ല. ബ്രാഞ്ചസിന് പകരം ഇതിങ്ങനെ നല്ല ഉയരത്തിലേക്ക് പോകും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം, മേൽഭാഗം എന്തായിരിക്കും? ഒരു കോൺ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ ക്രിസ്മസ് ട്രീ പോലെ ഒക്കെ സങ്കല്പിച്ചാൽ മതി. അങ്ങനെയുള്ള കോണിഫറസ് ട്രീസ് ആയിട്ടുള്ള പൈൻ മരങ്ങൾ, ഫിർ, ഇതൊക്കെ കോണിഫറസ് ട്രീസ് ആണ്. പൈനും ഫിറും ഒക്കെ ഇതൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഷ്രബ്സുകൾ, അതായത് ഈ പറയുന്ന ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാനമായിട്ടുള്ള വെജിറ്റേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ദ മേജർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദിസ് റീജിയൻ. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് എന്നാണ് പറയുക. ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിനും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ഇനി വേറെ എന്താണുള്ളത്? സെറൽസ് ആൻഡ് പൾസസ് ആർ ഓൾസോ കൾട്ടിവേറ്റഡ് വെയർ പോസിബിൾ. ഇവിടെ പല സ്ഥലങ്ങളിലും സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ, എല്ലാ സ്ഥലത്തും അല്ല, എന്നാൽ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടാവാറുണ്ട്? സെറൽസും അതുപോലെ തന്നെ നമ്മുടെ പൾസസും നമുക്ക് ഉണ്ടാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് സെറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെറൽസ് ആർക്കെങ്കിലും അറിയോ? എന്താണെന്നറിയോ? ധാന്യങ്ങളെയാണ് നമ്മൾ സെറൽസ് എന്ന് പറയാം അല്ലേ? ഗോതമ്പ് പോലത്തെ ധാന്യങ്ങൾ അങ്ങനെയുള്ളതും. പിന്നെ പൾസസ് എന്ന് പറഞ്ഞാൽ ഈ പയറുവർഗ്ഗങ്ങൾ എന്ന് പറയും. ഇതൊക്കെയാണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാറുള്ള സംഗതികൾ. ഇനി അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് കണ്ടീഷൻസ് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് മേക്ക് ദ മെഡിറ്ററേനിയൻ റീജിയൻ ആൻ ഏരിയ ഓഫ് ഗ്രേറ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ അളവിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ഇവർ വലിയ അളവിൽ എക്കണോമിക് ഇമ്പോർട്ടൻസോട് കൂടിയിട്ട്, വലിയ സമ്പത്ത് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റുകളും ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികളും ഒക്കെ എന്ത് ചെയ്യുകയാണ്? വേറെ അവരുടേതായിട്ടുള്ള ചില അഗ്രികൾച്ചറൽ പ്രാക്ടീസുകൾ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് അവരുടെ ക്ലൈമറ്റിന് ചേരുന്ന തരത്തിലുള്ള അവരെന്ത് ചെയ്തു? വലിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസുകൾ, അവർക്ക് വലിയ മഴ കിട്ടുന്ന മഴയാണെങ്കിലും ഈ തണുപ്പ് കാലത്ത് മഴ കിട്ടാറുണ്ട്. പിന്നെ അത്രത്തോളം ഒരു ചൂടുള്ള സ്ഥലമല്ല, അത്രത്തോളം ഒരു എന്തിലേക്കും വലിയ മൈനസ് തണുപ്പിലേക്കും പോകുന്നില്ല.
പിന്നെ ഈ പറഞ്ഞ പോലെ മഴ കിട്ടുന്നുണ്ട് പക്ഷെ വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്തു, ആ ക്ലൈമാറ്റിക് കണ്ടീഷൻസൊക്കെ അനുസരിച്ചിട്ട് അവർ ചില അഗ്രികൾച്ചർ പ്രാക്ടീസസുകൾ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഒരു മെഡിറ്ററേനിയൻ റീജിയൻ എന്തായിട്ടുണ്ട്, ഒരു വലിയൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്ക് അനുകൂലമല്ലാത്തതിനെ കൂടി അവർ അനുകൂലമാക്കി എടുത്തിട്ട് അവർ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസുകൾ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു വലിയ എക്കണോമിക് ഇമ്പോർട്ടൻസ് പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ദ മെഡിറ്ററേനിയൻ കൺട്രീസ് ആർ ദ വേൾഡ്സ് ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് വൈൻ. നിങ്ങൾ വൈൻ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ് മെഡിറ്ററേനിയൻ കൺട്രീസ്, ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വൈൻ യാർഡ്, ഒരു വൈൻ തോട്ടം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഒരു വൈൻ യാർഡ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ വൈൻ എന്ന് എഴുതിയത് VIN ആണ്, ഇവിടെ വൈൻ എന്ന് എഴുതിയത് WIN ആണ്. അപ്പോൾ ഇതെന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഈ വൈൻ, ഈ വിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്തിരി വള്ളികൾ പോലെ, ഈ വള്ളികൾ തൂക്കിയിട്ട് പന്തൽ കെട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ മുന്തിരി വള്ളികൾ പോലെ നമ്മൾ മുന്തിരി ചെടികൾ ഇത്തരത്തിലൊരു വൈൻ ചെടിക്ക് ഉദാഹരണമാണ്. വൈൻ യാർഡിന് ഒരു ഉദാഹരണമാണ് ഈ ഗ്രേപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേപ്സ് പോലെ ഇതുപോലെ നമ്മൾ പന്തൽ കെട്ടിയിട്ട് നമ്മളിങ്ങനെ തൂക്കിയിട്ട് വള്ളികളിൽ പടർത്തി ഉണ്ടാക്കുന്ന ചെടികളെ, ഫ്രൂട്ട്സുകളെയാണ് നമ്മൾ വൈൻ ചെടികൾ എന്ന് പറയാം. ആ വൈൻ ചെടികളിൽ നിന്ന് അല്ലെങ്കിൽ ആ വൈൻ ഫ്രൂട്ടുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സാണ് എന്തെന്ന് പറയുന്നത്, വൈൻ എന്ന് പറയുന്നത്. വൈൻ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ വൈൻ ചെടികളിൽ നിന്നാണ് ഈ പറയുന്ന വൈൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഇത് പറയാം, നമ്മുടെ ഫ്രാൻസിലെ സീൻ റിവറിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഷാമ്പെയിൻ ഉണ്ടാക്കുന്നത്. വേറെ എവിടെ നിന്നും നമ്മൾ ഷാമ്പെയിൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പറയാവുന്ന ഒന്നാണ്, ഈ വൈൻ ചെടികൾ ഒരുപാടുണ്ട്, ആ വൈൻ ചെടികളിൽ നിന്ന് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. രണ്ടും രണ്ടാണ്, പക്ഷേ ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാക്കുന്നു. അബൌട്ട് 70% ഓഫ് സിട്രസ് ഫ്രൂട്ട്സ് എക്സ്പോർട്ട് കംസ് ഫ്രം ദ മെഡിറ്ററേനിയൻ കൺട്രീസ്. ഈ ലോകത്തുള്ള 70% സിട്രസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നാരക ഫലങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഓറഞ്ച് പോലെയുള്ള, ഈ ഓറഞ്ചിൽ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, അതൊരു പുളിപ്പും ആ സിട്രസ് അടങ്ങിയിട്ടുള്ള, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും സിട്രസ് എന്ന് പറയും, അല്ലെങ്കിൽ ബയോളജിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സിട്രസ് അടങ്ങിയിട്ടുള്ള ഫലങ്ങൾ, അതായത് നാരക ഫലങ്ങൾ എന്ന് പറയും. ഓറഞ്ചിൻ്റെ തന്നെ ലെമൺ, അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക, ഓറഞ്ചിൽ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഈ സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടുകൾ ഇവിടെ ലോകത്ത് തന്നെ 70% ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ആസ് ഇൻ ദ ട്രോപ്പിക്സ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ സബ് ട്രോപ്പിക്കൽ സോൺ ദ മാരിടൈം ഇൻഫ്ലുവൻസ് ഇസ് മിനിമൽ ആൻഡ് ട്രീലെസ് ഗ്രാസ് ലാൻഡ്സ് ആർ ഫൗണ്ട്. ഇനി നമ്മൾ ഈ മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, സബ് ട്രോപ്പിക്കൽ സോണിലോട്ടേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ഈ ട്രോപ്പിക്കൽ റീജിയൻസിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഇൻറ്റീരിയർ പാർട്ടിലോട്ടേക്ക്, അതായത് സബ് ട്രോപ്പിക്കൽ ഏരിയയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഇവിടെയും എന്താണ് നമ്മളുടെ അതുപോലെ, അതായത് നമ്മൾ ഇപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിൻ്റെ കടൽ തീരം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന്, കടൽ തീരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടൽ തീരമില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, ട്രോപ്പിക്കൽ റീജിയനിലെ കടൽ തീരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടൽ തീരമില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, അതിനെ സബ് ട്രോപ്പിക്കൽ സോൺസ് എന്ന് വിളിക്കും, അവിടേക്ക് നമ്മൾ പോകുന്നത് പോലെ ഇവിടെയും എന്താണ് ഈ പറയുന്ന കുറച്ചും കൂടെ ഒരു ഇൻറ്റീരിയർ ഉൾപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും മാരിടൈം ഇൻഫ്ലുവൻസ്, കടലിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്, കുറവാണ്, മിനിമലാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിൽ ഇവിടെയും എന്താണ്, ട്രീലെസ് ഗ്രാസ് ലാൻഡ്സ് ആണ് കാണുന്നത്. നമുക്കറിയാം ഈ ട്രീലെസ് ഗ്രാസ് ലാൻഡ്സ് നമ്മൾ സാവന്നയിൽ പഠിച്ചിട്ടുണ്ട്. സാവന്ന എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാസ് ലാൻഡ്സ് ആണ്. അത് എവിടെയായിരുന്നു? ട്രോപ്പിക്കൽ റീജിയനിലെ കടലിൻ്റെ മാരിടൈം ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഇൻറ്റീരിയർ പാർട്ടിലായിരുന്നു. ട്രോപ്പിക്കൽ റീജിയനിലെ കോസ്റ്റൽ റീജിയൻ അല്ലാത്ത ഉൾപ്രദേശങ്ങളിലായിരുന്നു. അതുപോലെ ഇവിടെയും നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിലും എന്ത് തന്നെയാണ്, ഈ മാരിടൈം ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഇൻറ്റീരിയർ പാർട്ടിലോട്ട് പോകുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ട്രീലെസ് ഗ്രാസ് ലാൻഡ്സ് തന്നെയാണ്. ആ ട്രീലെസ് ഗ്രാസ് ലാൻഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്നാണ് വിളിക്കുക. അത് നമുക്ക് അടുത്ത ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്.